പാതിരാപ്പൂ വേണം, പാതിരാരാവ് വേണം, പാതിരാപ്പൂ വേണം, പാതിരാരാവ് വേണം, പാടിക്കളിക്കുവാനാലിമ വേണം, തുഴക്കാരമ്പതു വേണം, തോണികളായിരമായിരം വേണം, കായലിനോളം തുള്ളുമ്പോൾ പാതിരാപ്പൂ. ഹലോ, ഹായ്, നമസ്കാരം. ഞാൻ സുബേഷാണേ. ഞാനിന്ന് നിൽക്കുന്നത് കേരളത്തിൻ്റെ ദൃശ്യഭംഗി വ്യക്തമാക്കുന്ന സ്ഥലങ്ങളിലൊന്നായ മൺറോം തുരുത്തിലാണ്. കേരളത്തിൻ്റെ കായൽ ശൃംഖലയിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന അഷ്ടമുടിക്കായലിൻ്റെ ഭാഗമാണ് കൊല്ലം ജില്ലയിലെ മൺറോം തുരുത്ത്. ഇവിടുത്തെ തോണിസവാരി കാഴ്ചകളുടെ ദൃശ്യവിരുന്നാണ് ഒരുക്കുന്നത്. കല്ലടയാറ്റിൻ്റെയും അഷ്ടമുടിക്കായലിൻ്റെയും നടുക്കായിട്ടുള്ള 8 തുരുത്തുകളെയാണ് മൺറോം തുരുത്ത് എന്ന് പറയുന്നത്. ഈ ഒറ്റപ്പെട്ട് കിടക്കുന്ന കുഞ്ഞു ദ്വീപുകളെ ഒക്കെ കനാലുമായി ബന്ധിപ്പിച്ചത് 14ാം നൂറ്റാണ്ടിലാണ്. അന്നത്തെ ഇവിടുത്തെ ദിവാനായിരുന്ന കേണൽ മൺറോ ആണ് ഇതിന് നേതൃത്വം കൊടുത്തത്. അദ്ദേഹത്തിനോടുള്ള ആദരസൂചകമായിട്ടാണ് ഈ തുരുത്തുകൾക്ക് മൺറോം തുരുത്തെന്ന് പേര് വരാൻ കാരണം. പേരാറ്റിനക്കരയക്കരയക്കരയേതോ പേരറിയാക്കരയിൽ നിന്നൊരു പൂത്തുമ്പി, നാടായ നാടുകൾ ചുറ്റിക്കാണായ കാഴ്ചകൾ കാണാൻ, കൂടെ പോയി കര നിന്നൊരു പൂവാലൻ തുമ്പി, പൂവാലൻ തുമ്പി, പൂവാലൻ തുമ്പി, പൂവാലൻ തുമ്പി. പേരാറ്റിനക്കരയക്കരയക്കരയേതോ പേരറിയാക്കരയിൽ നിന്നൊരു പൂത്തുമ്പി, നാടായ നാടുകൾ ചുറ്റിക്കാണായ കാഴ്ചകൾ കാണാൻ. നമ്മുടെ യാത്രയിലുടനീളം ഇതുപോലെയുള്ള കുഞ്ഞൻ പാലങ്ങൾ കാണാൻ കഴിയും. വള്ളത്തിലൂടെ പാലത്തിന് കീഴിൽ എത്തുമ്പോൾ ഇതുപോലെ കുനിഞ്ഞും കിടന്നും ഒക്കെ വേണം പോകാൻ. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. നമുക്കിവിടെ യാത്ര ചെയ്യാൻ കിട്ടുന്ന വള്ളത്തിൻ്റെ റേറ്റ് 2 മണിക്കൂറിന് 1000 രൂപയാണ്. എന്നാൽ വള്ളം തുഴയുന്ന ഈ ചേട്ടൻ ഞങ്ങളെ ഏകദേശം 3 മണിക്കൂർ അടുപ്പിച്ച് കറങ്ങി. ചേട്ടൻ്റെ ഫോൺ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ആവശ്യമുള്ളവർ ബന്ധപ്പെട്ടാൽ മതി. പോകുന്ന വഴിയിൽ ഇതുപോലെയുള്ള കടകളിൽ വള്ളം അടുപ്പിക്കും. അവിടെ നിന്നും നല്ല ചൂടൻ ചായയും ഏത്തക്കാപ്പവും ഒക്കെ വാങ്ങി കഴിക്കാം. പല കടകളിലും കായൽ മീനുകൾ വിൽക്കാൻ വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞു. പിന്നെ മറ്റൊരു കാര്യം എന്തെന്ന് വെച്ചാൽ, നമ്മളിന്നീ കാണുന്ന മൺറോം തുരുത്ത് വർഷങ്ങൾക്ക് മുമ്പ് കുട്ടനാട് പോലെ നെൽകൃഷി നടന്നിരുന്ന സ്ഥലങ്ങളാണ്. എന്നാൽ കല്ലടയാറ്റിൽ ഡാം വരികയും വെള്ളം മൺറോം തുരുത്തിൽ കയറുകയും കൃഷിയൊക്കെ നശിക്കുകയും ചെയ്തു. അങ്ങനെയാണ് അവിടുത്തെ നെൽകൃഷിയൊക്കെ നിന്നുപോയത്.
ഇക്കരെ നിന്നൊരു പൂവാലൻ തുമ്പി, പൂവാലൻ തുമ്പി, പൂവാലൻ തുമ്പി, പൂവാലൻ തുമ്പി. തിരുമൂർത്തികൾ വാഴും കാവുകൾ കണ്ടു, തിരുവാതിര ഞാറ്റുവേല പുകിലുകൾ കണ്ടു, തെയ്യം തിറ കണ്ടു, കാവടിയാട്ടം കണ്ടു, കയ്യിൽ പൂക്കുലയേന്തി കന്യകളാടും കളങ്ങൾ കണ്ടു, കയ്യിൽ പൂക്കുലയേന്തി കന്യകളാടും കളങ്ങൾ കണ്ടു. കളിയച്ഛൻ പോറ്റിയ കേളി കലയുടെ കോവിൽ കണ്ടു, കതിർപൂക്കും വിളക്കു കണ്ടു, കമലദളം കണ്ടു, കമലദളം കണ്ടു. പേരാറ്റിനക്കരയക്കരയക്കര ഏതോ പേരറിയാ കരയിൽ നിന്നൊരു പൂത്തുമ്പി. ഇവിടുത്തെ ആളുകളുടെ പ്രധാന വരുമാന മാർഗം ടൂറിസവും മീൻപിടുത്തവും കയറുമാണ്. നമുക്ക് ധാരാളം ചെമ്മീൻ കെട്ടുകളും കരിമീൻ വളർത്തുന്ന കുളങ്ങളും ഒക്കെ ഇവിടെ കാണാൻ കഴിയും. കൂടെ നന്മയുള്ള കുറേ നാട്ടുമനുഷ്യരെയും നമുക്കിവിടെ കാണാം. പേരാറ്റിനക്കരയക്കരയക്കര ഏതോ പേരറിയാ കരയിൽ നിന്നൊരു പൂത്തുമ്പി. നാടായ നാടുകൾ ചുറ്റിക്കാണായ കാഴ്ചകൾ കാണാൻ കൂടെ പോയി കരെ നിന്നൊരു പൂവാലൻ തുമ്പി, പൂവാലൻ തുമ്പി, പൂവാലൻ തുമ്പി, പൂവാലൻ തുമ്പി. പേരാറ്റിനക്കരയക്കരയക്കര ഏതോ പേരറിയാ കരയിൽ നിന്നൊരു പൂത്തുമ്പി. നാടായ നാടുകൾ ചുറ്റിക്കാണായ കാഴ്ചകൾ കാണാൻ കൂടെ പോയി കരെ. അങ്ങനെ നമ്മുടെ മൺറോം തുരുത്തിൻ്റെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാമും ഫോളോ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ബൈ.